ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ സീസണിൽ വെച്ചുള്ള ഏറ്റവും വലിയ അടിയായിരുന്നു നെവിനും അനിമോളും തമ്മിൽ ഇപ്പോൾ ലൈവിൽ നടന്നത്. കാരണം അനിമോള് രാത്രി ഒരപ്പം കൊണ്ടുവന്ന് കഴിക്കാനായിട്ട്. അപ്പം നൂറ കഴിക്കുന്നത് നിനക്കെന്താണ് ഇത്ര പ്രത്യേകത, ഞങ്ങൾ ഇച്ചിരി പയറെടുത്തപ്പോൾ നീ സമ്മതിച്ചില്ല. അപ്പോൾ അത് നെവിൻ കേട്ടിട്ട് ഓടി വരുന്നത്, നിന്നെക്കൊണ്ട് കഴിപ്പിക്കത്തില്ലടി, ഞാനൊരു കഷ്ണം ഉള്ളി ചോദിച്ചപ്പോൾ നീ എന്നെ എടുപ്പിക്കാഞ്ഞതാണ്, അതുകൊണ്ട് നിന്നെക്കൊണ്ട് ഇത് കഴിപ്പിക്കത്തില്ലെന്ന് പറയുന്നത്. അപ്പോൾ അനിമോള് പറയുന്നത് നീ പോടാ ഞാൻ കഴിക്കുമെന്ന് പറയുന്നത്. അപ്പം നെവിൻ പറഞ്ഞ് കുലസ്ത്രീ, ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയായ പിശാശെ നിന്നെക്കൊണ്ട് ഇത് കഴിപ്പിക്കില്ലെന്ന് പറഞ്ഞ് നെവിൻ ഇങ്ങനെ അത് തട്ടിക്കളയാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അനിമോളുടെ പുറകിൽ നിന്ന് മാറാതെ ഭയങ്കരമായിട്ട് ട്രിഗറായിട്ട് നെവിൻ ഇങ്ങനെ അനിമോൾ ആ ഒരു അപ്പം പിടിച്ച് മേടിക്കാൻ നോക്കുവാണ്. അങ്ങനെ അനിമോളുടെ ആ കൈ കൊണ്ട് തട്ടി നെവിൻ താഴെ ഇടുന്നു. അപ്പോൾ അനിമോൾ പെട്ടെന്ന് അത് എടുക്കുന്നു. എന്നിട്ട് നെവിൻ പറയുന്നുണ്ട് നിന്നെ കൊണ്ട് തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞ് പുറകെ നടക്കുവാണ്. അനിമോൾ ബെഡ് ചാടിയാണ് ആ ഹാളിലോട്ട് പോകാനായിട്ട്, ലിവിങ് ഏരിയയിലോട്ട് പോകാൻ നോക്കുന്നത്. പക്ഷേ എന്നിട്ട് നെവിൻ വട്ടം നിൽക്കുവാണ് കഴിപ്പിക്കാതെ. അനിമോൾ അപ്പോൾ അത് വായിലോട്ട് കുത്തി കയറ്റുവാണ്. അപ്പോൾ എല്ലാം കൂടെ കുത്തി കയറ്റിയപ്പോൾ നെവിൻ പറഞ്ഞു നിനക്ക് അങ്ങനെ പറ്റത്തുള്ളൂ, അല്ലാതെ നിനക്ക് നല്ല രീതിയിൽ നീ എൻ്റെ മുമ്പിൽ നിന്ന് കഴിക്കത്തില്ലടി, നിന്നെ ഞാൻ കഴിപ്പിക്കത്തില്ല എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ കിച്ചൺ ഏരിയയിൽ വരുന്നു. അവിടെ വെച്ചും ഭയങ്കര അടിയാണ് രണ്ടുപേരും കൂടെ. പക്ഷേ എല്ലാവരും നെവിന് സപ്പോർട്ടാണ്. കാരണം ഒരു സാധനം കിച്ചണിൽ നിന്ന് ആരെയും കൊണ്ട് അനിമോൾ എടുപ്പിക്കത്തില്ല. അനിമോൾ കിച്ചണിൽ അംഗമായി കഴിഞ്ഞാൽ ഒന്നും എടുപ്പിക്കത്തില്ല. അങ്ങനെയുള്ള ഒരാൾ സ്വയം സാധനങ്ങൾ എടുത്തു വെച്ച് തിന്നുന്നതിന് എല്ലാവരും എതിരായിട്ട് നെവിന് സപ്പോർട്ട് ചെയ്യണം. ആരും പിടിച്ചു മാറ്റാനും ഒന്നും നിൽക്കുന്നൊന്നുമില്ല. അപ്പം ആര്യനെയൊക്കെ അനിമോൾ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നെവിൻ പറയുന്നത് ഇവൾ കള്ളിയാണ്, ഇവൾ നമ്മളെ കൊണ്ടൊന്നും എടുപ്പിക്കത്തില്ല, എന്നിട്ട് ഇവൾ എല്ലാം ഒളിച്ചു വെക്കുന്ന കട്ടെടുക്കുന്ന കള്ളിയാന്ന് പറയുന്നത്. അപ്പം നെവിൻ പറയുന്നത്, നെവിനോട് അനിമോൾ പറയുന്നത് നീയാണ് കള്ളി എന്ന് പറയുന്നത്. അപ്പം നെവിൻ ക്യാപ്റ്റനെ വിളിച്ചുകൊണ്ട് പോയിട്ടാണ് ബാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു പാവ രാവിലെ ടാസ്കിൽ കഴിഞ്ഞ് എല്ലാവരും സ്റ്റോർ റൂമിൽ കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞാൽ പാവ എടുത്ത് ഒളിപ്പിച്ച് വെച്ചത് നെവിൻ എടുത്ത് അനിമോളുടെ ട്രോയിൽ നിന്ന് എടുത്ത് സാബുമോന് കൊടുക്കുവാണ്. അപ്പം അനിമോൾ പറയുന്നത് മര്യാദക്ക് പാവ താടാന്ന് പറയുന്നത്. അപ്പം നെവിൻ കൊടുക്കത്തില്ല. അപ്പം നെവിൻ്റെ ട്രോ തുറന്നിട്ട് അനിമോൾ എന്തോ സാധനം എടുക്കുമ്പോൾ നെവിൻ ഓടിപ്പോയി അനിമോളുടെ മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്ത് ഗാർഡൻ ഏരിയയിൽ വരുവാണ്. മര്യാദക്ക് എൻ്റെ സാധനം കൊണ്ട് വെച്ചില്ലെങ്കിൽ ഇത് ഞാൻ മുകളിലോട്ട് എറിയുമെന്ന് പറയുന്നു. അപ്പോൾ അനിമോൾ പറയുന്നത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്, മര്യാദക്ക് താന്നും പറഞ്ഞ് കരയുവാണ്. അപ്പം നെവിൻ പറയുന്നത് നിൻ്റെ കള്ളക്കണ്ണീരൊക്കെ നീ ബെഡിൽ പോയിരുന്ന് പക്ഷേ ഞാനിത് എറിയും, എൻ്റെ സാധനം കൊണ്ട് വെക്കാൻ പറയുന്നത്. അപ്പം അനിമോൾ അത് കൊണ്ട് വെക്കുന്നു. അങ്ങനെ നെവിൻ ന്ന് ഷാനവാസ് അതങ്ങ് വാങ്ങിക്കുവാണ്. അങ്ങനെ ഭയങ്കര അടി നടക്കുമായിരുന്നു. കുറേ നേരം നീണ്ടു നിന്ന അടിയും വഴക്കുമായിരുന്നു. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.